ഹായ് സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റഡീസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാനിങ്, അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അന്ന് ഞാനത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇനി ഇത് ഓരോന്നും ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിക്കാനുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പ്ലാനിങ്. അപ്പോൾ എന്താണ് പ്ലാനിങ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്ലാനിങ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ കൺസെപ്റ്റ് ഓഫ് പ്ലാനിങ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ് പ്രോസസ്, ടൈപ്സ് ഓഫ് പ്ലാൻസ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ പ്ലാനിങ് എന്താണെന്ന് നോക്കാം. പ്ലാനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്ലാനിങ് എന്താണെന്ന്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? പ്ലാൻ ചെയ്യാറുണ്ട്. കുട്ടികളായിട്ടുള്ള നിങ്ങളെല്ലാവരും വൈകിട്ട് സ്കൂൾ വിട്ട് പോകുന്നത് തന്നെ നാളെ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ചിന്തിച്ച്, അതിനുശേഷം രാത്രി കിടന്നുറങ്ങുന്നത് നാളെ എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ മൊമെൻറ്റുകളും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ പ്രോസസ്സ് തന്നെയാണ് പ്ലാനിങ്. അത് നമ്മളിപ്പോൾ പഠിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്ലാനാണെന്ന് മാത്രം. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് വെച്ചാൽ, സിംപ്ലി വി ക്യാൻ സേ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ തിങ്കിങ് ഫംഗ്ഷൻ. അതെന്ന് പറയുന്നത് ഒരു മെൻ്റൽ എക്സസൈസ് മാത്രമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ച് വയ്ക്കുക അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കുന്ന പ്രക്രിയ മാത്രമാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബേസിക് മാനേജീരിയൽ ഫംഗ്ഷൻ. ഏതൊരു സ്ഥാപനത്തിലെയും മാനേജ്മെന്റ് ആദ്യം ചെയ്യുന്ന പ്രക്രിയയാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് സീക്സ് to bridge the gap between where we are and where we want to go. പ്ലാനിങ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിഡ്ജ് ദ ഗ്യാപ്പ് where we are now and where we want to go. നമ്മളിപ്പോൾ എവിടെയാണ്, നമുക്ക് ഭാവിയിൽ എങ്ങോട്ട് പോകണം, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു പാലമായിട്ടാണ് പ്ലാനിങ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് പാലം എന്ന് വെച്ചാൽ, നിങ്ങൾ റോഡിലോ പുഴയ്ക്കോ കുറുകെ കാണുന്ന പാലം പോലെയല്ല. നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി തയ്യാറാക്കി വെക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കും ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ആ ധാരണ അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ അൺസർട്ടനിറ്റി, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അൺസർട്ടനിറ്റി കുറയാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ നൗ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. അവിടെ എങ്ങോട്ടെങ്കിലും പോവുക എന്നുള്ളതല്ല ഇവിടെ ആ സെന്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് എവിടെയാണ്, നമുക്ക് നാളെ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഗ്യാപ്പ് പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇത് റിക്വയർസ് ടേക്കിംഗ് ഡിസിഷൻസ് സിൻസ് ഇറ്റ് ഇൻവോൾവ് മേക്കിംഗ് എ ചോയ്സ് ഫ്രം ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഈ പ്ലാനിങ്ങിന്റെ പ്രസക്തി തന്നെ വരുന്നത് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനിലാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രവൃത്തി പല രീതിയിൽ ചെയ്യാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പ്ലാനിന്റെ പ്രസക്തി വരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം ഒരൊറ്റ വഴിയിലൂടെ നേടിയെടുക്കാൻ കഴിയുള്ളെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് പ്ലാനിങ്. അവിടെ പ്രത്യേകിച്ച് പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ആ വഴിയിലൂടെ മാത്രമേ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ആ വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം അതേസമയം ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് പല ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെയാണ് പ്ലാനിങ്ങിന്റെ പ്രസക്തി വരുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി പ്ലാൻ ചെയ്യണം. ഓരോ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനെ കുറിച്ചും പഠിച്ച് അതിൻ്റെ ഓരോന്നിൻ്റെയും കോസ് ആൻഡ് എഫക്റ്റ്, റിലേഷൻഷിപ്പ്, അതിൻ്റെ കോസ്റ്റ്, ഇതെല്ലാം മനസ്സിലാക്കി ചൂസിങ് ബെസ്റ്റ് എമൗണ്ട്, ആ നമ്മുടെ മുന്നിലുള്ള പല വഴികളിൽ ഒരു കാര്യം നേടിയെടുക്കാനുള്ള പല വഴികളിലെ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്ലാനിങ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലാനിങ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ, ഓർ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, വേർ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ്. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ആര് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ പ്ലാനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ
ആദ്യം ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ടായിരിക്കും. ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് ഒരു നിശ്ചിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ടേം പ്ലാൻസുകൾ ഇങ്ങനെ പിന്നെ വീക്ക്ലി, മന്ത്ലി, ഇയർലി അല്ലെങ്കിൽ ഡേ ടു ഡേ പ്ലാൻസ് എന്ന് വെച്ചാൽ ബിസിനസ്സിലെ ഓരോ പ്രവർത്തനങ്ങളും മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. സോ വി ക്യാൻ സേ പ്ലാനിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. ഒരു സ്ഥാപനത്തിൽ പ്ലാനിങ്ങിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോരോ പോയിന്റുകളായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻസ്. അവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇതുപോലെ ആവശ്യമില്ല. പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. ഒരു സ്ഥാപനത്തിലെ മാനേജേഴ്സിന് ഓരോ ദിവസവും എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു തർക്കം ഉണ്ടാവില്ല. കാരണം അതെല്ലാം അവർ മുൻകൂട്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് മനസ്സിലാക്കാം, പ്ലാനിങ് എന്ത് ചെയ്യുന്നു, മാനേജേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നു, അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. പ്ലാനിങ് എൻഷുവേഴ്സ് ദാറ്റ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് സോ ദാറ്റ് they act as a guide for deciding what action should be taken and in which direction. നോക്കൂ, പ്ലാനിങ് എൻഷുർ ദാറ്റ് ദ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ്. ഒരു സ്ഥാപനത്തിന്റെ പ്ലാനിങ്, ആ പ്ലാനിങ്ങിലൂടെ അവരുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് ആക്ട് ആസ് എ ഗൈഡ് ഫോർ ഡിസൈഡിങ് വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ. ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഏത് ഡയറക്ഷനിൽ എന്ത് പ്രവൃത്തി ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യുന്നു, പ്ലാനിങ് അവരെ സഹായിക്കുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് പ്ലാനിങ് പ്രൊവൈഡ് ഡയറക്ഷൻ. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു യാത്ര പോകണമെങ്കിൽ, ഒരു ദീർഘയാത്ര നടത്തണം, ഒരുപാട് ദിവസത്തേക്കുള്ള ഒരു ടൂർ നിങ്ങൾ ഒറ്റ ദിവസം രാവിലെ പുറപ്പെടാതിരിക്കില്ല ചെയ്യുക. അതിന് ആഴ്ചകൾക്ക് മുന്നേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ നിങ്ങൾ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓരോ ദിവസവും എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ സ്റ്റേ, എന്ത് ഭക്ഷണം എന്നുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ ഒരു ടൂറിനായാലും എന്തെങ്കിലും ഇപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ആ ദിവസങ്ങൾക്ക് മുന്നേ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് അതിനനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങളും നടത്തുക. അപ്പോൾ ഈ പ്ലാനിങ് നിങ്ങളെ എന്ത് ചെയ്യുന്നു, ഡയറക്ഷൻ, നിങ്ങളുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വഴിക്ക് പോകണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്. സെക്കൻഡ് ഇമ്പോർട്ടൻസ് പറയുന്നു, പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലാനിങ് ഈസ് റിലേറ്റഡ് വിത്ത് ഫ്യൂച്ചർ. Future is always uncertain. Nobody can predict in exact about future. Exactly what happen in future. ഒരു ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കൃത്യമായിട്ട് ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രവചിക്കാനൊന്നും കഴിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓൺ ദി ബേസ് ഓഫ് അവർ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ മുൻകാല പരിചയത്തിൽ നിന്ന് ഭാവിയിൽ ഇന്നതൊക്കെ സംഭവിക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ സംഭവിക്കാവുന്ന സകല ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ സാഹചര്യത്തിലും എന്ത് ചെയ്യണമെന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാനിങ് നമ്മളെ എന്തിനു സഹായിക്കുന്നു, ഈ അൺസർട്ടനിറ്റിയെ നമ്മുടെ ഈ ഫ്യൂച്ചറിലുള്ള അൺസർട്ടനിറ്റിയെ എന്ത് കുറയ്ക്കുന്നു, പ്ലാനിങ് കുറയ്ക്കുന്നു. അപ്പോൾ നോക്കൂ, പ്ലാനിങ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് എനേബിൾസ് എ മാനേജർ ടു ലുക്ക് അഹെഡ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ് ചേഞ്ചസ്. By deciding in advance the task to be performed, planning shows the way to deal with changes and uncertain events. നിങ്ങളൊരു യാത്ര പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ട് ചിന്തിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ, ആ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷനായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളാകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഏതൊരു വർക്കിനും പ്ലാൻ എ പ്ലാൻ ബി നിങ്ങൾ കണ്ടെത്തിയിട്ട് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു കാര്യം നമ്മൾ നേരത്തെ തീരുമാനിച്ചാൽ ഏതൊരു ക്രൈസിസ് നമ്മുടെ മുന്നിൽ വന്നാലും നമുക്ക് എന്തുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, മറ്റൊരു ആൾട്ടർനേറ്റീവ് ചോയ്സിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ദാറ്റ് ഈസ് കോൾഡ് പ്ലാനിങ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. ഇനി നോക്കൂ, പ്ലാനിങ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് എനേബിൾ എ മാനേജർ ടു ലുക്ക് അഹെഡ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ് ചേഞ്ചസ്. ദീർഘവീക്ഷണം, മുന്നോട്ട് നോക്കാനും ഭാവിയെ നോക്കിക്കാണാനും ആൻഡ് ആൻറ്റിസിപ്പേറ്റ് ചേഞ്ചസ്, ഭാവിയിലെ മാറ്റങ്ങളെ മുൻകൂട്ടി തീരുമാനിക്കാനും ഈ പ്ലാനിങ് ഒരു മാനേജറെ സഹായിക്കുന്നു. അല്ലെങ്കിൽ അത് പ്ലാനിങ് കൊണ്ട് മാനേജർക്ക് കഴിയുന്നു.
ബൈ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ ടാസ്ക് ടു ബി പെർഫോംഡ്. എന്തൊക്കെ ചെയ്യണം എന്നുള്ള മുൻകൂട്ടി തീരുമാനിച്ചതുകൊണ്ട് പ്ലാനിംഗ് ഷോ ദ വേ ടു ഡീൽ വിത്ത് ചേഞ്ചസ് ആൻഡ് അൺസർട്ടൻ ഇവന്റ്സ്. അങ്ങനെ ഒരു അൺസർട്ടൻ ഇവന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മുന്നിൽ സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് പോലും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വി ക്യാൻ റെഡ്യൂസ് അവർ അൺസർട്ടനിറ്റി. നിങ്ങൾക്ക് കൃത്യമായൊരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്ത് അൺസർട്ടനിറ്റി വന്നാലും അത് നിങ്ങളെ തളർത്താതെ നിങ്ങൾക്ക് മറ്റൊരു പ്ലാൻ ബിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു ആൾട്ടർനേറ്റീവ് കോഴ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തെത്താൻ കഴിയും എന്നുള്ളതാണ് പ്ലാനിംഗ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻസ് പറയുന്നു, പ്ലാനിംഗ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ഓവർലാപ്പിംഗ്, ഒരാൾ ചെയ്തത് വീണ്ടും മറ്റൊരാൾ ചെയ്യുക. വേസ്റ്റ്ഫുൾ, നമ്മുടെ വസ്തുക്കളെ, അസംസ്കൃത വസ്തുക്കളെ എന്തിനായിക്കോട്ടെ അത് വേസ്റ്റ് കളയുക. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ പ്ലാനിംഗ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര വലിയ ഒരു സ്ഥാപനമായിക്കോട്ടെ, എത്ര തന്നെ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ എംപ്ലോയീസും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിക്കോട്ടെ, അവിടെ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മുഴുവൻ സ്ഥാപനത്തിനും വേണ്ടിയിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ സൂപ്പർവൈസറി പ്ലാനുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിട്ട് വരുന്നതോടുകൂടി ഒരിക്കലും ഒരാൾ ചെയ്യേണ്ട പ്രവൃത്തി അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾ അറിയാതെ അത് വീണ്ടും ഓവർലാപ്പ് ചെയ്ത് ചെയ്യലുണ്ടാവില്ല. അതേപോലെ തന്നെ കൃത്യമായി എവറിത്തിങ്, മെറ്റീരിയൽ, മണി ഓർ എവറി റിസോഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ ഷുഡ് ബി യൂസ്ഡ് ഇൻ മാക്സിമം ഓർ ഒപ്റ്റിമം. ആ സ്ഥാപനത്തിലെ ഏതൊരു റിസോഴ്സ് ആയിക്കോട്ടെ അത് അവർക്ക് ഒപ്റ്റിമം, അതിൻ്റെ ഏറ്റവും കഴിവുറ്റ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും എന്ന് വെച്ചാൽ അവോയ്ഡിങ് വേസ്റ്റേജ് കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കുന്നു. നോക്കൂ, പ്ലാനിങ് എൻഷുവേഴ്സ് ക്ലാരിറ്റി ഇൻ തോട്ട് ആൻഡ് ആക്ഷൻ. നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം എന്ത് അപ്പം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കും. യൂസ്ലെസ് ആൻഡ് റിഡൻഡന്റ് ആക്ടിവിറ്റീസ് ക്യാൻ ബി മിനിമൈസ്ഡ് ഓർ എലിമിനേറ്റഡ്. യൂസ്ലെസ്, ഉപയോഗമില്ലാത്ത, റിഡൻഡന്റ്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന, ഒരാൾ ചെയ്യുന്നത് വീണ്ടും മറ്റൊരാൾ ചെയ്യുന്നത്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് മിനിമൈസ് ചെയ്യാനും ഇല്ലാതാക്കാനും നമ്മൾ പ്ലാനിങ് സഹായിക്കും. ഇറ്റ് ഈസ് ഈസിയർ ടു ഡിറ്റക്ട് inefficiencies and take corrective measures to deal with them. നോക്കൂ, ഇറ്റ് ഈസ് ഈസിയർ ടു ഡിറ്റക്ട്, നമുക്ക് ഈ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. എന്ത്? ഇൻഎഫിഷ്യൻസീസ്, നമ്മുടെ സ്ഥാപനത്തിലെ കഴിവുകേടുകളെ പെട്ടെന്ന് കണ്ടെത്താനും അത് കറക്റ്റീവ് മെഷേഴ്സിലൂടെ അത് ഒഴിവാക്കാനും പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. നിങ്ങൾക്കറിയാം, പ്ലാനിങ് എന്ന് പറയുന്നത് മുൻകൂട്ടി തീരുമാനിക്കലാണ്. ഈ മുൻകൂട്ടി തീരുമാനിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള പോസിബിൾ ആയിട്ടുള്ള മുഴുവൻ ആൾട്ടർനേറ്റീവ് കോഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ഇന്നോവേറ്റീവ്, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും കണ്ടെത്താനും സഹായിക്കും എന്നുള്ളതാണ് ഈ പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിച്ച് കൃത്യമായ പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇന്നോവേറ്റീവ് ഐഡിയാസ് കണ്ടെത്താൻ കഴിയും എന്നുള്ളത്. നോക്കൂ, സിൻസ് പ്ലാനിങ് ഈസ് എ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ന്യൂ ഐഡിയാസ് ക്യാൻ ടേക്ക് ദ ഷേപ്പ് ഓഫ് കോൺക്രീറ്റ് പ്ലാൻസ്. അവിടെ പുതിയ പുതിയ ആശയങ്ങളാണ് കൃത്യമായ പ്ലാനിലേക്ക് മാറി വരുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് ആക്ടിവിറ്റി ഫോർ ദി മാനേജ്മെന്റ് ആസ് ഇറ്റ് ഗൈഡ് all future actions leading to growth and prosperity of the business. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ചെയ്താലേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അതൊരു ചലഞ്ചിങ് ആക്ടിവിറ്റിയാണ് മാനേജ്മെന്റിന്റെ മുന്നിൽ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഗൈഡ് ഫോർ ഓൾ ഫ്യൂച്ചർ ആക്ഷൻസ്. അത് ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്തായിട്ട് മാറുന്നു? ഒരു ഗൈഡായിട്ട് മാറുന്നു. അത് എന്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു? സ്ഥാപനത്തിന്റെ പ്രോസ്പെരിറ്റിയിലേക്കും അതിന്റെ എന്താ പറയുക, ബെറ്റർ റിസൾട്ടിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാൻ പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, പ്ലാനിങ് ഹെൽപ്സ് ദ മാനേജർ ടു ലുക്ക് ഇൻ ടു ഫ്യൂച്ചർ ആൻഡ് മേക്ക് എ ചോയ്സ് ഫ്രം എമംഗ്സ്റ്റ് വാരിയസ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഞാൻ പറഞ്ഞു, പ്ലാനിങ് എന്ന് പറയുന്നതിന് എന്താണ്? നമ്മുടെ മുന്നിൽ നമ്മൾ ഫ്യൂച്ചറിൽ നേടേണ്ട ലക്ഷ്യം,
ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പല വഴികൾ, ആ പല വഴികളിൽ നിന്നുള്ള നല്ല വഴി തിരഞ്ഞെടുക്കൽ. അപ്പൊ ആ നല്ല വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെ എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ നോക്കൂ, പ്ലാനിങ് എന്ത് ചെയ്യുന്നു? facilitate decision making. Planning facilitate decision making. Planning helps the manager to look into the future and make a choice from amongst various alternative course of action. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തേണ്ട പല വഴികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനും ആ പല വഴികളിലെ ബെസ്റ്റ് വേ എന്ന് കണ്ടെത്തുക, അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് പ്ലാനിങ്ങിൽ എന്തുണ്ട് എന്ന് പറയുന്നത്? തീരുമാനങ്ങൾ എടുക്കൽ, ഡിസിഷൻ മേക്കിംഗ്. നമ്മളെ തീരുമാനങ്ങൾ എടുക്കാൻ പ്ലാനിങ് സഹായിക്കുന്നു എന്നാണ് പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ്. നമ്മൾ 5 ഫങ്ഷൻസ് പഠിച്ച സമയത്ത് കൺട്രോളിങ് എന്നുള്ളൊരു ഫംഗ്ഷനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പിന്നെ സിമ്പിളായിട്ട് ഞാൻ അതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, സെറ്റിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ പെർഫോമൻസ്, then comparing actual with the standard, finding deviation, taking corrective action if any deviation. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, ആക്ച്വലായിട്ട് പ്രവർത്തിക്കുക, ഫൈൻഡിങ് ഡീവിയേഷൻ, നമ്മുടെ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻ ഉണ്ടോ എന്ന് കണ്ടെത്തുക, ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് കൺട്രോളിങ്ങിൻ്റെ പ്രക്രിയ. അതിൽ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്, ഒരു പ്രവൃത്തി എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ആ പ്രവൃത്തിയുടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഫിക്സിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. ഓരോ പ്രവർത്തനത്തിൻ്റെയും സ്റ്റാൻഡേർഡ് എന്ത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. നോക്കൂ, പ്ലാനിങ് ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ കൺട്രോളിങ്. കൺട്രോളിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയാം. If there were standard, then finding deviation which are part of controlling would not be possible. പറഞ്ഞോ, if there were standard, അവിടെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം, then finding deviation, അതിനുശേഷം എന്ത് ചെയ്യണം? ആക്ച്വലും സ്റ്റാൻഡേർഡും കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അത് എന്ത് പറയുന്നത്? എന്താണ്? കൺട്രോളിങ്ങിൻ്റെ ഒരു എന്താണ് പാർട്ടാണ്. എങ്കിലേ ഈ കൺട്രോളിങ് പോസിബിൾ ആയി മാറുള്ളൂ. The nature of corrective action required depending upon the extent of deviation from the standard. കറക്റ്റീവ് ആക്ഷൻ എങ്ങനെയാണ് എടുക്കുക? അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡീവിയേഷൻ. ഈ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള ഡീവിയേഷനെ അനുസരിച്ചാണ് കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. ദെയർഫോർ പ്ലാനിങ് പ്രൊവൈഡ് ദ ബേസിസ് ഫോർ കൺട്രോൾ. കൺട്രോളിങ് വേണമെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏത് പ്രോസസ്സിലാണ് ഫിക്സ് ചെയ്യപ്പെടുന്നത്? പ്ലാനിങ്ങിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പ്ലാനിങ് എന്താന്ന് പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് ആണ്. ഞാൻ എന്ത് ചെയ്യാം, അത് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ വരാം. കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് പ്ലാനിങ് എന്താണെന്നും പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയിൽ പ്ലാനിങ്ങിൻ്റെ ഫീച്ചർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.